നിസ്കാരം കഴിഞ്ഞാൽ ഒരു അസ്തഗ്ഫിറുള്ള പോലും പറയാതെ പെട്ടെന്ന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കേണ്ട സ്വഭാവമാണ് അത്. നിസ്കാരശേഷം ഒരു അല്പസമയമെങ്കിലും അവിടെ തന്നെ ഇരിക്കണം. നിസ്കാരത്തിൻ്റെ ആ മുസല്ലയിൽ നിസ്കരിച്ച ആ സ്ഥലത്ത് ഒരല്പസമയം കൂടി ഇരിക്കുക. വെറുതെ ഇരുന്നാൽ വരെ പ്രതിഫലാർഹമായ സമയമാണ്. വെറുതെ ആ സമയത്തിനെ നിങ്ങൾ കൊന്നു കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. അസ്തഗ്ഫിറുള്ള ചൊല്ലണം. ഒരു 3 തവണയെങ്കിലും നിസ്കാരശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എത്ര പവിത്രമായ സമയമാണത്. അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി കഴിഞ്ഞ് നിസ്കരിച്ച് കഴിഞ്ഞ് ഒരടിമ ചെയ്യുന്ന ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നിസ്കാരമല്ലേ? ആ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുക. ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീത്ത് ഉണ്ട്. നിങ്ങൾ നിസ്കരിച്ചതിന് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുക, 33 തവണ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുക, 33 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റും കൂടി ചൊല്ലിയത് 100 തികയ്ക്കുക. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇപ്രകാരം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ദോഷം സമുദ്രത്തിലുള്ള അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ സമുദ്രത്തിലുമുള്ള നുരകണക്കെ അവൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ദോഷവും അവൻ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. എല്ലാ നിസ്കാരശേഷം നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്യുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മളത് ആ സമയത്തിനെ പരിഗണിക്കാതെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവാറുണ്ട്. വീട്ടിൽ നിന്ന് ആ സമയത്തിനെ പരിഗണിക്കാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടാറുണ്ട്. എങ്കിൽ ശ്രദ്ധിച്ചോ മുഅ്മിനീങ്ങളെ, 2 മിനിറ്റ് കൂടെ ഈ കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ 33 തവണ ചെല്ലുക. അൽഹംദുലില്ലാഹ് 33 തവണ ചെല്ലുക. അല്ലാഹു അക്ബർ എന്ന് 33 തവണ ചെല്ലുക. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റും ചൊല്ലിയിട്ട് ആ 99നെ 100 ആക്കുക, 100 ആക്കി തികയ്ക്കുക. ഇങ്ങനെ തികച്ചു കഴിഞ്ഞാൽ സമുദ്രങ്ങളിലെ നുരകണക്കിനെ നിങ്ങൾ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ദോഷങ്ങളെ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു വരും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പവിത്രമുള്ള സമയമാണത്, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയം. എന്തൊക്കെയാണ് ചൊല്ലേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുക. ശേഷം അൽ ഖദീം അൽ കരീം അർ റഹീം എന്നുള്ള ദിക്റുണ്ടല്ലോ, ആ ദിക്ർ നമ്മൾ ചൊല്ലുക. അതിനുശേഷം ആയത്തുൽ കുർസി ചൊല്ലുക. ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 33 തവണ അല്ലാഹു അക്ബർ. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലുക. ശേഷം അഫ്ദൽ ദിക്ർ, ദിക്റുകളുടെ നേതാവായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 10 തവണ ചൊല്ലുക. എന്നിട്ട് പഠിച്ചുകൊണ്ട് ദ്വാരക്കുക, അല്ലാഹുവേ നീ എനിക്ക് നന്മ നൽകണമേ, ചെയ്തു പോയ പാപങ്ങളെ പൊറുത്തു തരണമേ, ദുന്യാവിലും ആഖിറത്തിലും നന്മ നൽകണമേ. ദുആകളിൽ വാരിദായി വന്ന ദുആകൾ ഉൾപ്പെടുത്തുക. ഖുർആനിൽ വന്ന ദുആകൾ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇങ്ങനെ ഖുർആനിൽ വാരിദായി വന്ന ദുആകളെ ഉൾപ്പെടുത്തുക. മാതാപിതാക്കൾക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ നിസ്കാരങ്ങളെ, നമ്മുടെ ജീവിത ശൈലിയെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ വിജയം ഉണ്ടായിത്തീരും. റജബ് മാസമാണ് നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം പ്രത്യേകമായി അള്ളാഹു സമ്മാനമായി നൽകിയ മാസമാണ് റജബ്. മിഅ്റാജിൻ്റെ രാവിലാണല്ലോ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സമ്മാനമായി നമസ്കാരം കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിൽ നമുക്ക് തുടങ്ങാം നമ്മുടെ നിസ്കാരങ്ങളെ മനോഹരമാക്കാൻ, നമസ്കാര ശേഷമുള്ള സമയങ്ങളെ ധന്യമാക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.